എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഗംഗാധരനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവുണ്ണി അമ്മാമ്മയുടെ കൂടെ നമ്മുടെ അച്ഛനും ഉണ്ടായിരുന്നില്ലേ എന്നാണ് ഗംഗാധരൻ ചോദിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് അമ്മയ്ക്ക് എന്തോ സംശയം തോന്നുന്നു. അല്ല, ഇപ്പം ഇതൊക്കെ ചോദിക്കാൻ എന്താ കാര്യമെന്ന് ഗംഗാധരനോടമ്മ മറുപടിയായി അയാൾ ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നാണ് അമ്മയോട് പറയുന്നത്. ഗംഗാധരനെ തന്നെ സംശയത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയോടായി അയാൾ പറയുന്നു, ഒന്നുമില്ലമ്മേ, അന്ന് ചെയ്ത പാപത്തിൻ്റെ ഫലം ഇപ്പം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. ഇത് കേൾക്കുന്ന അമ്മ ആരെ തിരിച്ചടിക്കാൻ തുടങ്ങുന്നത്? മറുപടിയായി ഗംഗാധരൻ വിധിയാണെന്ന് പറയുന്നു. അതിനുശേഷം മാലതി അമ്മയോടെ പറയുന്നു, അമ്മേ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ഗംഗാധരനും മാലതിയും ഓരോ കാര്യങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഗാധരൻ മാലതിയോടായി പറയുന്നു, വൈജയെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ബാലൻ എവിടെ നിന്നാണ് കിട്ടിയെന്ന് വല്ല ഊഹോ നിനക്ക് കിട്ടിയോ? അതിനുള്ള മറുപടിയായി മാലതി, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആർക്കും തന്നെ ഒന്നും അറിയത്തില്ല, അമ്മയ്ക്കൊന്നും അറിയത്തില്ല, കുട്ടികൾക്കറിയില്ല. ഇനി അത് അലീനയുടെ ഭാഗത്തു നിന്നായിരിക്കുമോ കിട്ടിയെന്നാണ് എൻ്റെ സംശയമെന്ന് ഗംഗാധരൻ. അങ്ങനെ അവൾക്കറിയാമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളലക്ഷണം അവളുടെ മുഖത്ത് കാണേണ്ടതല്ലേ? ബാലചന്ദ്രൻ നീലഗിരിക്ക് പോയ ദിവസം എന്താ സംഭവിച്ചതെന്ന് പോലും അവൾക്ക് യാതൊരു അറിവുമില്ല. അന്നുച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് മുറിയിലേക്ക് പോകുന്നതുവരെ യാതൊരുവിധ കുഴപ്പവുമില്ലായിരുന്നു എന്നല്ലേ അമ്മ വരെ പറഞ്ഞത്. അതായത് അന്ന് ഊണ് കഴിഞ്ഞ് മുറിയിൽ കയറിയ ശേഷം ബാലചന്ദ്രൻ എന്തോ സംഭവിച്ചുവെന്ന് ഗംഗാധരൻ. ഇത് കേൾക്കുന്ന മാലതി അവിടെ ചെന്നിട്ട് എന്ത് സംഭവിക്കാമെന്ന് ചോദിക്കുമ്പോൾ മറുപടിയായി ഗംഗാധരൻ, ഒന്നുമില്ലെങ്കിൽ റൂമിൽ ചെന്നപ്പോൾ ആരുടെയും ഫോൺ കോൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഴയ കാലത്തെ എന്തെങ്കിലും ഒരു തെളിവ്, അത് ചിലപ്പോൾ വൈജി സമ്മതിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുമാവാം, വൈജയുടെ പഴയ ഡയറി കുറിപ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി അയച്ച കത്തോ, അങ്ങനെ എന്തുമാവാം. അതൊന്നും പക്ഷേ വൈജ സൂക്ഷിച്ചു വെച്ചിട്ടില്ലെന്ന് മാലതി. അങ്ങനെ അവനായിട്ട് വഴിയില്ല. കാരണം കല്യാണത്തിന് മുമ്പ് തന്നെ വൈജ എല്ലാം തന്നെ കത്തിച്ചു കളഞ്ഞതാണ്. ഞാനും കൂടെ ചേർന്നിട്ടാണല്ലോ അതെല്ലാം ചെയ്തത്. അവരുടെ കാർ റോഡിനരികിലേക്ക് നിർത്തിയപ്പോൾ മാലതി ഒരു കാര്യം ഗംഗാധരനോടായി പറയുന്നു, എനിക്കൊരു സംശയമുണ്ട്. എങ്കിൽ എന്താ നിന്റെ സംശയമെന്ന് ആദ്യം പറയാൻ ഗംഗാധരൻ ആവശ്യപ്പെടുന്നു. അലീനെ പറ്റിയാണെന്നാണ് മാലതി പറയുന്നത്. ഇത് കേൾക്കുന്ന ഗംഗാധരൻ, കറക്റ്റ്, ഞാനും അതാണ് പറയാൻ വന്നതെന്നാണ് ഗംഗാധരൻ മാലതിയോട് പറയുന്നത്. മാലതി തുടരുകയാണ്, അലീനയുടെ ഏജും വൈജയന്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഡേറ്റും വർഷവും എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ഏകദേശം ഒത്തുവരുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, അച്ഛൻ എന്തുകൊണ്ട് കഴക്കൂട്ടത്ത് പോയി അവിടുത്തെ ഒരു ഓർഫനേജിൽ നിന്ന് തന്നെ എന്തിനിങ്ങനെ ഒരാളിനെ തിരഞ്ഞെടുത്തു? അതൊന്നും വെറും കോയിൻസിഡൻസ് അല്ല. ഗംഗാധരൻ ഈ പറയുന്നതെല്ലാം കേട്ട ശേഷം മാലതിയും പറയുന്നുണ്ട്, ഇതെല്ലാം ഒന്നുകൂടി ആലോചിച്ച് നോക്കണം. അച്ഛനെ കാണാനായിട്ട് സ്നേഹനിധത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സ്ത്രീ കൊല്ലപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു സ്ത്രീ അച്ഛനെ കാണാനായിട്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് കഴക്കൂട്ടം വരെ വരേണ്ട കാര്യം എന്താണ്? മുൻപരിചയം അല്ലേ? അതുതന്നെയെന്ന് ഗംഗാധരൻ പറയുന്നു. അച്ഛന് ആ സ്ത്രീയെയും ആ സ്ത്രീക്ക് അച്ഛനെയും മുൻപ് തന്നെ അറിയാമായിരുന്നു. അത് എങ്ങനെയുള്ള പരിചയമായിരിക്കുമെന്നാണ് ഗംഗാധരൻ്റെ സംശയം. അച്ഛൻ ഇതുവരെയും ഒരു ഓർഫനേജിനോ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്കോ ഡൊണേഷൻ പോലും കൊടുത്തായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ചാരിറ്റി മുഖേനയൊന്നും ഉണ്ടായ പരിചയമല്ല. ഇതിനുള്ള മറുപടിയായി മാലതി, അച്ഛൻ തീരെ വയ്യാതിരുന്ന സമയത്ത് പോലും മനുവിനെ കൂട്ടി കഴക്കൂട്ടം വരെ പോകണമെങ്കിൽ അത് അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ലേ? ആ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഓർഫനേജിലെ അന്തേവാസികളെ കാണുകയല്ലതെന്ന് തീർച്ചയാണ്. അലീനെ കാണാൻ വേണ്ടി പോയതാ, അതിലൊരു സംശയം വേണ്ടാന്ന് മാലതി. കേൾക്കുന്ന ഗംഗാധരൻ, അതിന് എന്തിനാണ് അലീനെ കാണാൻ വേണ്ടി അവർ പോയത്? മറുപടിയായി മാലതി, പണ്ട് രാവുണ്ണി അമ്മാമ്മ വൈജ് പ്രസവിച്ച കുഞ്ഞിനെ ഏതോ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു കൊടുത്തല്ലോ. ആ ഓർഫനേജും അതിൻ്റെ നടത്തിപ്പുകാരായ സ്ത്രീയെയും അച്ഛൻ മറന്നിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ വൈജ അന്ന് പ്രസവിച്ച അവളുടെ കുഞ്ഞാണ് ഇന്ന് അവളുടെ വീട്ടിൽ നിൽക്കുന്ന അലീന, അല്ലേ എന്ന് മാലതിയോടെ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മാലതി, ഇങ്ങനെ വെട്ടി തുറന്നു പറയാതെ കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാകുന്നു. ഗംഗാധരൻ ഒന്നുകൂടി ആലോചിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അത് സത്യമായിരിക്കുമോ? മാലതി ഉറപ്പ് കൊടുക്കുന്നു, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് സത്യമെന്ന്. ഗംഗാധരൻ തുടരുകയാണ്, പക്ഷേ അച്ഛൻ്റെ സ്വഭാവത്തിന് ഇങ്ങനൊരു വെല്ലുവിളിയൊന്നും അച്ഛൻ ഏറ്റെടുക്കില്ല. സ്വന്തം മകളുടെ കുടുംബം തകരുന്ന ഏർപ്പാടാണെന്ന് അച്ഛൻ അറിയാഞ്ഞിട്ടാണോ? ഇത് കേൾക്കുന്ന മാലതി, അത് ചിലപ്പോൾ അച്ഛൻ അമ്മയെ നല്ലപോലെ നോക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരിക്കാം. എന്നാൽ ഇതിനോട് സമ്മതിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ഗംഗാധരൻ. അച്ഛൻ അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല. എല്ലാ വരായികളും ആലോചിക്കാൻ കഴിവുള്ള സമയത്ത് തന്നെയല്ലേ അച്ഛൻ അങ്ങനൊരു തീരുമാനമെടുത്തത്? മനുവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ മനുവിന് എല്ലാ സത്യങ്ങളും അറിയായിരിക്കണമല്ലോ എന്ന മാലതി. അവനതറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ അലീനെ ഇത്ര ശക്തമായി ഗാർഡ് ചെയ്യുന്നത്. വൈജയുടെ മോളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് ഒരു വീട്ടുജോലിക്കാരി മാത്രമാക്കാനായിട്ട് അച്ഛന് മനസ്സ് വന്നിരിക്കുമോ ഗംഗേട്ട എന്ന് മാലതി. അതൊരു ദുഷ്ടതയല്ലേ എന്ന് മാലതി. ആ കുഞ്ഞ് ജനിച്ച് ഇന്നേ വരെ അതിനോട് നീതി കാണിച്ചിട്ടില്ല. വയസ്സുകാലത്ത് മറ്റൊന്നും തന്നെ അച്ഛനെ കൊണ്ട് പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ അച്ഛന് പറ്റുന്നത് മാത്രം ചെയ്തു എന്നായിരിക്കാമെന്ന് ഗംഗാധരൻ. ഇതെല്ലാം പറഞ്ഞ ശേഷം മാലതി, ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്ന ഗംഗാധരൻ, നമ്മൾ അല്ലെങ്കിലും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ മാലതി, ഇതെല്ലാം നമ്മളുടെ ഊഹാപോഹങ്ങളല്ലേ?
ആരോടും ഒരക്ഷരം മിണ്ടിപ്പോരുത് ഇതിനെപ്പറ്റി. വെടിമരുന്നുമായി ആളുകൾ കാത്തിരിക്കുകയാണ്. ഒരു ഗോസിപ്പ് കിട്ടുവാണെങ്കിൽ പൂത്തിരി കത്തിക്കാനായിട്ട്. അതിനുശേഷം മാലതി പറയുന്നു, നമ്മളിപ്പോഴും മെയിൻ പ്രോബ്ലത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. അലീന വൈജയന്തിയുടെ മകളാണെങ്കിൽ അതെങ്ങനെ ബാലേന്ദ്രൻ അറിഞ്ഞു? മറുപടി ഗംഗാധരൻ, എൻ്റെ സംശയം അലീനയ്ക്കറിയാമോ അവൾ വൈജയുടെ മകളാണെന്ന്? അതിനുള്ള മറുപടിയായി മാലതി, അതിനൊരു വഴിയുമില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയും ഇത്രയും നാളും വൈജയുടെ ആട്ടും തുപ്പും എല്ലാം സഹിച്ച് അവിടെ പിടിച്ചു നിൽക്കില്ല. ശരിയാണ്, പക്ഷെ എന്നാലും ബാലചന്ദ്രൻ എങ്ങനെ അറിഞ്ഞുവെന്ന് ഗംഗാധരൻ സംശയിക്കുന്നു. അഥവാ അലീനയ്ക്ക് അറിഞ്ഞാലും ബാലേന്ദ്രനോട് അലീനയൊട്ടും പറയുകയുമില്ല. കാരണം അത് അവൾക്ക് തന്നെ ആപത്താണെന്ന് ഗംഗാധരൻ. വൈജയുടെ മകളാണ് തൻ്റെ വീട്ടിൽ സെർവൻ്റായിട്ട് വന്ന് നിൽക്കുന്നതെന്നൊന്നും ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. പക്ഷേ വൈജി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള വിവരം ബാലൻ അറിയാതിരിക്കില്ല. ചിലപ്പോൾ അതങ്ങനെ ആയിരിക്കാമെന്ന് ഗംഗാധരൻ. പക്ഷേ വൈജയെ ഉപേക്ഷിച്ച കുഞ്ഞ് മരിച്ചുപോയിന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അതല്ലെന്ന് ബാലൻ ഉറച്ചു വാദിച്ചില്ലേ? അലീനയെ പറ്റി അറിയാമായിരുന്നെങ്കിൽ ബാലൻ ഉറപ്പായും അലീനയുടെ പേര് പറഞ്ഞേനെ. എല്ലാം സംസാരിച്ച ശേഷം മാലതി ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറുപടിയായി ഗംഗാധരൻ, ഈ ദുർഘടങ്ങൾക്കിടയിൽ കൂടി തട്ടാതെയും മുട്ടാതെയും ആരെയും മുറിവേൽപ്പിക്കാതെയും നമ്മൾക്കും മുറിവേൽക്കാതെയും സൂക്ഷിച്ചു പോയി വരാം. നമുക്ക് ഒന്നും അറിയില്ല, അങ്ങനെ മതിയെന്ന് ഗംഗാധരൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ബാലചന്ദ്രനെ കാണാനായി ഈ സമയം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ബാലന്റെ ഡോക്ടറെ കാണാനായിട്ട് പോയ ഗംഗാധരന് എന്തോ തിരക്ക് മൂലം ഡോക്ടറിനെ കാണാൻ സാധിച്ചില്ല. കുറച്ച് സമയം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു എന്ന് വൈജയെയും മാലതിയെയും അറിയിക്കുന്നു. ഈ സമയം ഗംഗാധരൻ വൈജയോടെ ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനെ എല്ലാം തകർന്ന പോലെ നിൽക്കുന്നത്? ബാലൻ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടന്ന് ഇപ്പോൾ ഇങ്ങനെ നല്ലൊരു സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നില്ലേ? അയാളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡിസ്ചാർജ് എന്ന് വേണമെന്ന് മാത്രമേ ഇനി ഡിസൈഡ് ചെയ്യാനായിട്ടുള്ളൂ. അതെന്തായാലും ഞാനിപ്പോൾ ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്നാൽ ഗംഗാധരന്റെ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നത് മാലതിയാണ്. അവളുടെ പരാതി അതൊന്നുമല്ല ഗംഗേട്ട. അവളെ മാറ്റി നിർത്തുന്നു, അവളെ മാത്രം കാണാൻ അനുവാദം കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് അവളുടെ കംപ്ലയിൻസ്. അങ്ങനെ ഗംഗാധരൻ വൈജയോടെ സംസാരിക്കുന്നു. വൈജയ്, ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നിന്റെ പല ദുർവാശികളും ബാലചന്ദ്രന് ഭയങ്കര ഫ്രസ്ട്രേഷൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അമ്മയോട് സംസാരിച്ചു, നിന്റെ മക്കളോടും സംസാരിച്ചിരുന്നു. ബാലചന്ദ്രന് നീ വെറുതെ ടെൻഷൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞിരുന്നത്. ഇത് കേൾക്കുന്ന വൈജ, ഞാൻ എന്ത് ടെൻഷനാണ് ബാലനുണ്ടാക്കി കൊടുത്തിരുന്നത്? അത് മറ്റൊന്നുമല്ല, അയാൾ പറയുന്ന ഒന്നും തന്നെ നീ അംഗീകരിക്കത്തില്ല, അത്രമാത്രം. ഇതിനുള്ള മറുപടിയായി വൈജ, അതിന് ബാലചന്ദ്രൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്ക് കൂടി തോന്നണ്ടേ? ഇത് കേൾക്കുന്ന മാലതി, ബാലൻ പറയുന്നത് ശരിയാണെന്ന് നിന്റെ മക്കൾക്കറിയാം, അമ്മയ്ക്കും അറിയാം. അതറിയാത്തത് നിനക്ക് മാത്രമേ ഉള്ളൂ. അത് ആരുടെ കുറ്റമാണെന്ന് വൈജയോടായി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വൈജ, എൻ്റെ മക്കൾ എന്നെ എതിർത്ത് ഒരിക്കലും പറയത്തില്ല. ബബിത വല്ലതും പറഞ്ഞോ? നീ പല കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടുന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. രോഹിത് ഒരിക്കലും എനിക്കെതിരെ പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് വൈജ പറയുന്നു. ഇത് കേൾക്കുന്ന ഗംഗാധരൻ വൈജയോടായി ഒന്ന് ചോദിക്കുന്നു, അതിന് അവൻ ശരിയാണോ? ഒന്നും പറയാൻ കഴിയാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന വൈജയോട് ഗംഗാധരൻ വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്, ആണോ എന്ന്. അതിനുശേഷം ഗംഗേട്ടൻ വൈജയോടായി ചോദിക്കുന്നു, വൈജയ്, നീ ശരിയാണോ? ഓർമ്മ വേണം, നീ ഒരു നരകത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത്. നീ ആ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ മാത്രമാണ് ബാലചന്ദ്രനെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഇനിയെങ്കിലും നീ അയാളോട് വാദിക്കാനായിട്ട് നിൽക്കരുത്. കാരണം നിന്റെ ശരികളൊന്നും തന്നെ ശരിയല്ലെന്ന് ഞങ്ങൾക്കറിയാം. നീ അതൊന്നും അയാളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കരുതെന്ന് ഗംഗാധരൻ. ഇത് കേട്ട് ദേഷ്യമെന്ന വൈജ, ഗംഗേട്ടൻ ഇതെന്തറിഞ്ഞിട്ടാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? മറുപടിയായി ഗംഗേട്ടൻ, എനിക്ക് എല്ലാം അറിയാം, എല്ലാം. ഒന്നുകൂടി ഗംഗേട്ടൻ പറയുന്നു, ബാലചന്ദ്രന്റെ സ്വസ്ഥതയും സുഖവുമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾക്ക് മനപ്രയാസമുണ്ടാക്കുന്ന ഒന്നും തന്നെ നീ ചെയ്യാതിരിക്കുക. ഞാൻ ഒന്നിനും പോയിട്ടില്ലല്ലോ ഗംഗേട്ടാ, എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റിയിട്ടില്ലല്ലോ. മാലതിയും വൈജയോടെ സംസാരിക്കുന്നുണ്ട്. ബാലചന്ദ്രന് നീ അടുത്ത് ചെല്ലുന്നത് അസ്വസ്ഥതയാണെങ്കിൽ നീ അടുത്ത് പോകണ്ട. ഗംഗേട്ടനും മാലതി പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാൾ തീരുമാനിക്കട്ടെ ഇനി അയാളുടെ വീട് എങ്ങനെ ഭരിക്കണമെന്ന്. നീ അതിൽ ഇനി കൈയും തലയൊന്നും കടത്തണ്ട. ഇത് കേൾക്കുന്ന വൈജ, അപ്പോൾ പിന്നെ ഞാൻ ആരാ വീട്ടില്? പേയിങ് ഗസ്റ്റോ? എന്നാൽ പിന്നെ ഞാൻ വേറെ വല്ല വീട്ടിലും പോയി താമസിക്കട്ടെ. ഗംഗേട്ടൻ വീണ്ടും വൈജയോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, വൈജയ്, നീ ശരിയല്ല. നീ തന്നെ ഇപ്പോൾ ഞങ്ങളോട് ആർഗ്യൂ ചെയ്യുവാണ്. നീ എല്ലാവരോടും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്റെ സ്വന്തം അമ്മയോട്, മക്കളോട്, സഹോദരങ്ങളോട്, നിന്റെ ഭർത്താവിനോട്, എന്തിന് അവിടുത്തെ സെർവന്റിനോട് പോലും. ഇങ്ങനെ എല്ലാവരോടും വാദിച്ച് ജയിക്കാനാണ് നീ നോക്കുന്നത്. മാലതി ഒന്നുകൂടി വൈജയോട് പറയുന്നുണ്ട്, നീ ബാലചന്ദ്രന് ഒന്ന് വിട്ടുകൊടുക്കാൻ ശ്രമിക്കുക വൈജയ്. അതല്ലേ ഇപ്പോൾ അയാളുടെ ഈ അവസ്ഥയിൽ അയാൾക്ക് ആവശ്യം. ഇതിനുള്ള മറുപടിയായി വൈജ വീണ്ടും പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും കൂടി ബാലചന്ദ്രനെ വോട്ട് ചെയ്യാൻ വേണ്ടി മത്സരിക്കുകയാണ്, എൻ്റെ പെറ്റമ്മയും കൂടപ്പിറപ്പുകളും. അങ്ങനെയെങ്കിൽ എല്ലാവരുടെയും ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഇനി മുതൽ ഞാൻ ഒന്നിനുമില്ലെന്ന് വൈജ ഉറച്ചു പറയുമ്പോൾ അതിങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, വിട്ടുകൊടുക്കാനുള്ള മനസ്സുകൂടി വേണം. കേട്ട് ദേഷ്യത്തോടെ ഗംഗേട്ടനടുത്തേക്ക് വരുന്ന വൈജ ഒന്ന് പറയുന്നു, ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ കൂടെ നിന്ന് പരിചയിക്കേണ്ടത് ഭാര്യയാണ്. ഇവിടെ എന്നെ വേണ്ട, എൻ്റെ അടുത്ത് ഓടിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിച്ച് തർക്കിക്കാൻ തുടങ്ങുന്ന വൈജയെ നിർത്തിക്കൊണ്ട് ഗംഗാധരൻ പറയുന്നു,
വൈജയ് പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഗംഗാധരന്റെ പെട്ടെന്നുള്ള ഈ വാക്കുകൾ കേട്ട് വേഗം തന്നെ വൈജയ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടു പോകുന്നു. അതിനുശേഷം ഗംഗാധരൻ ബാലചന്ദ്രനെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വൈജയുടെ ബ്രദറാണെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെപ്പറ്റി അറിയാം, എന്നോട് എന്തെങ്കിലും പറയാനായിട്ടാണോ ഇപ്പോൾ വന്നതെന്ന് ഡോക്ടർ ചോദിക്കുന്നു. അതേയെന്നും ഞാനിപ്പോൾ ബാലചന്ദ്രന്റെ പ്രസന്റ് കണ്ടീഷനെ പറ്റി ചോദിക്കാനും മനസ്സിലാക്കാനുമാണ് ഇങ്ങോട്ട് വന്നത്. ഡോക്ടറോടായി ഗംഗേട്ടൻ ഒന്ന് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് തന്നെയാണോ വന്നത്? മറുപടിയായി ഡോക്ടർ, ബാലചന്ദ്രന് ഒരു സ്ട്രോക്കാണ് വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അയാളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ പ്രവർത്തനരഹിതമായി പോയേനെ. സമയത്തിന് തന്നെ ഇവിടെ എത്തിച്ചതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അറ്റാക്ക് അത്ര സിവിയർ ഒന്നും ആയിരുന്നില്ല, എങ്കിലും അവിടുത്തെ സെർവന്റ് CPR കൊടുത്തത് നന്നായി. 1 ബ്ലോക്ക് ഉണ്ടായിരുന്നു, 2 ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു. ഇനി ഒരു സ്റ്റെന്റും കൂടെ ഇടാനുള്ള ആരോഗ്യസ്ഥിതി ബാലചന്ദ്രനില്ല. പക്ഷേ മെയിൻ പ്രോബ്ലം ഇതൊന്നുമല്ല. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെറും ഓവർ ടെൻഷൻ മാത്രമാണ്. ഒരു കൺട്രോൾ ഇല്ലാത്ത കുടിയും. ഹൈപ്പർ ടെൻഷൻ ക്രൈസിസ് ദിവസങ്ങളോളം നീണ്ടു നിന്നിട്ടുണ്ട് ബാലചന്ദ്രനെ അത്രയും അലട്ടിയ എന്തോ പ്രശ്നം അയാൾക്കുണ്ടായിട്ടുണ്ട്. ബാലചന്ദ്രനോട് സംസാരിച്ചില്ലേ? ഈ ടെൻഷന്റെ റീസൺ അങ്ങനെ വല്ലതും ഡോക്ടറിനോടായിട്ട് സൂചിപ്പിച്ചിരുന്നു എന്ന് ഗംഗേട്ടൻ തിരക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു എന്ന് ഡോക്ടർ പറയുന്നു. അയാൾക്ക് ആരെയും തന്നെ കണ്ട ഭാര്യയും മക്കളെയും ഒക്കെ കാണാമെന്ന് ഞാൻ അനുമതി കൊടുത്തതാണ്. പക്ഷേ അയാൾക്ക് അതൊന്നും വേണ്ട. ദർ ഇസ് സംതിങ് ബിഗ് ബോദറിങ് ഹിം. അയാൾക്ക് എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അങ്ങനെയല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഫാമിലിയോട് അകൽച്ച കാണിക്കില്ലല്ലോ. ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്കത് അനുവദിച്ചു കൊടുക്കാതെയും വയ്യ. പേഷ്യന്റിന്റെ സ്വസ്ഥതയാണല്ലോ നമുക്ക് വലുത്. കേൾക്കുന്ന ഗംഗേട്ടൻ, അപ്പോൾ ഇനി ബാലചന്ദ്രനെ ആരും കാണാതിരിക്കുന്നത് തന്നെയാണല്ലോ നല്ലത്, അല്ലേ? അതേന്ന് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് ഗംഗേട്ടൻ ഡോക്ടറിനോടായി പറയുന്നു. തൽക്കാലം സന്ദർശകരൊന്നും ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഡോക്ടർ തന്നെ ഒന്ന് കർശനമായി പറഞ്ഞാൽ ആർക്കും പരിഭവമൊന്നും ഉണ്ടാകില്ലല്ലോ. മറ്റുള്ളവരുടെ വികാരങ്ങളെ നമ്മൾ മാനിക്കണമല്ലോ. ഇത് കേൾക്കുന്ന ഡോക്ടർ, ബാലചന്ദ്രന്റെ പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നല്ലോ. മറുപടിയായി ഗംഗേട്ടൻ, എനിക്ക് ചില ഊഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് ഇതിനൊക്കെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഗംഗേട്ടൻ. പക്ഷേ വൈഫിന് അതിനെപ്പറ്റിയൊന്നും അറിയില്ലാത്ത രീതിയിലാണല്ലോ അവരെന്നോട് സംസാരിച്ചത്. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ, അത് ചിലപ്പോൾ വൈജയന്തി അറിയാത്ത എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിലോ? അങ്ങനെ കുറച്ച് സീരിയസ് ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്കറിയാമെന്ന് ഗംഗേട്ടൻ. സോറി, എനിക്കതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഗംഗേട്ടൻ ഡോക്ടറോട്. ഈ അവസ്ഥയിൽ ബാലചന്ദ്രൻ പൂർണ്ണമായിട്ട് റിക്കവർ ആണെങ്കിൽ അയാളുടെ ആരോഗ്യാവസ്ഥ നന്നായിട്ടിരിക്കണമല്ലോ. നിങ്ങൾ ആരും തന്നെ, പ്രത്യേകിച്ച് അയാളുടെ ഭാര്യ, കൂടെ അയാളുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അയാളെ അലട്ടല്ലെന്ന് ഡോക്ടർ തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. പ്രകോപനപരമായ ഒരു വാക്കോ പ്രവൃത്തിയോ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാവരുതെന്ന് ഡോക്ടർ തന്നെ ഒന്ന് പറയണം. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിട്ടു പോയാലും അയാൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് തിരിച്ചെത്തേണ്ടി വരും. സ്വന്തം പേഷ്യൻസിന്റെ വീട്ടുകാരോട് ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് സാധാരണയാണ്. പക്ഷേ സ്വന്തം ഭാര്യയിൽ നിന്ന് തന്നെ രക്ഷ വേണമെന്ന് കേൾക്കുന്നത് ഇതാദ്യമായിട്ടാണെന്ന് ഡോക്ടർ. അങ്ങനെ ഡോക്ടറിനെ കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ഗംഗേട്ടൻ മാലതിയോടായി വൈജയന്തിയെന്ന് തിരക്കുന്നു. അവൾ നമ്മളോട് പിണങ്ങിയ മട്ടാണ്. കുറച്ചു മുമ്പ് ഇവിടുന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി. കേട്ടിട്ട് ദേഷ്യം വന്ന ഗംഗേട്ടൻ അവളോട് എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? കേൾക്കുന്ന മാലതി, എനിക്ക് അറിഞ്ഞൂടാ, ബാലചന്ദ്രൻ ചത്താലും വേണ്ടില്ല, അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കണം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഗംഗേട്ടൻ ചോദിക്കുന്നത്. എല്ലാ സത്യങ്ങളും നമ്മൾക്ക് വൈജയെ അറിയിച്ചാലോ? ബാലചന്ദ്രൻ വൈജയുടെ പാസ്റ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ഗംഗേട്ടൻ മറുപടിയായി, അങ്ങനെ നമ്മൾ ചെയ്താൽ ആ കുടുംബം തന്നെ ആ നിമിഷം തകർന്നു പോകും. അവൾക്ക് പിന്നെ ഒരിക്കലും ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. തോറ്റു പോകുന്നിടത്ത് അവൾ നിൽക്കില്ലെന്ന് ഉറച്ച സ്വരത്തിൽ ഗംഗേട്ടൻ പറയുന്നു. അവൾ പിന്നെ എങ്ങോട്ട് പോകുമെന്ന് മാലതി ചോദിക്കുമ്പോൾ ബാലചന്ദ്രനെ മക്കളെ എല്ലാം വിട്ട് അവൾ എങ്ങോട്ടേലും പോയിക്കളയുമെന്ന് ഗംഗേട്ടൻ പറയുന്നു. കാരണം പിന്നെ അവൾക്ക് ഐഡന്റിറ്റി ഇല്ല, പേഴ്സണാലിറ്റിയും ഇല്ല. അവൾ എല്ലായിടത്തും ഒരു ബിഗ് സീറോ ആയിരിക്കും. തോറ്റുപോയൊരു സ്ത്രീ അവൾ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തു പോലും കളയും. മറുപടിയായി മാലതി, ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ എന്തായാലും ഒന്നുകൂടി അവളോട് സംസാരിക്കട്ടെ. ഇത് വേണ്ടെന്ന് ഗംഗേട്ടൻ വിലക്കുന്നു. നിന്നോടുകൂടി അവൾ ചിലപ്പോൾ പിണങ്ങിയെന്ന് വരും. ഞാൻ പറഞ്ഞാൽ മാത്രമേ അവൾ എന്തെങ്കിലും കേൾക്കൂ. മാലതി ഒന്നുകൂടി ഗംഗാധരനോടായി പറയുന്നുണ്ട്. അവളെ കല്യാണം കഴിപ്പിക്കേണ്ടായിരുന്നു. നിങ്ങൾ അച്ഛനും മക്കളും കൂടി വരുത്തിവെച്ച വിനയാണിത്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പൊക്കോളുമായിരുന്നല്ലോ. ഇവിടെ ഗംഗാധരൻ, ഞങ്ങൾ അവളുടെ ജീവിതം നേരെയാക്കാനായിട്ടാണ് ശ്രമിച്ചത്. ഇപ്പൊ മനസ്സിലായില്ലേ നേരെയായില്ലെന്ന്? എല്ലാവരും കൂടി അവളുടെ ജീവിതം തട്ടിമറിച്ചു. ഇത് നേരെയാക്കാനാണെന്നും പറഞ്ഞ് ഒരു തന്നെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്തു. അയാളുടെ ജീവിതം ദാ ഇപ്പൊ എങ്ങനെ കിടക്കുന്നു? ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള പ്രവചന ബുദ്ധിയോടുകൂടി അല്ലല്ലോ ആരും ഒരു കാര്യവും ചെയ്യുന്നത്. ചിലത് ശരിയായി വരും, ചിലത് പാളിപ്പോകും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗമെന്ന് മാലതി ചോദിക്കുമ്പോൾ മറുപടിയായി ഗംഗാധരൻ, നീ വൈജയുടെ സൈഡിൽ മിണ്ടാതെ നിന്നാൽ മതി. എതിർക്കുകയും വേണ്ട, ശാസിക്കുകയും വേണ്ട. ആർഗ്യുമെന്റ്സ് വെറുതെ നിന്ന് കേൾക്കുക, തല കുലുക്കുക, ദാറ്റ്സ് ഓൾ. ഞാൻ ഇടപെട്ടോളാം, ഞാൻ അവളോട് സംസാരിച്ചോളാം എന്ന് ഗംഗേട്ടൻ. മാലതി അമർഷത്തോടുകൂടി ഒന്നുകൂടി പറയുന്നുണ്ട്. ഇതിലും ഭേദം ആ സ്ട്രോക്കിൽ ബാലചന്ദ്രൻ അങ്ങ് പോകുന്നതായിരുന്നു. ഗംഗാധരൻ ഇത് കേട്ടപാടെ മാലതിയോട് എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവിടം കൊണ്ട് തന്നെ തീരുമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടുകൂടി മാലതി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.